എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ ആയോട്ടാ. ഇന്ന് ഇവിടെ ഷായൻ ചേട്ടന്റെ മകന്റെ എൻഗേജ്മെന്റ് ആട്ടാ. അപ്പൊ നമ്മള് പോവാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടുതൽ വീഡിയോ ആയിട്ടൊന്നും പിടിക്കില്ല. കാരണം നമ്മുടെ വീട്ടിലത്തെ കല്യാണം ആകുമ്പോൾ നമുക്ക് എന്തായാലും കൂടെ നമ്മൾ നിൽക്കണല്ലോ. നമ്മളാണ് വീഡിയോഗ്രാഫർമാരൊന്നും വെക്കാത്ത കാരണം കേട്ടാ. അപ്പൊ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ വീഡിയോയിൽ കാണിക്കാട്ടാ. അപ്പൊ ഇനി പോട്ടെ. അപ്പോൾ ഷായേട്ടൻ്റെ ചേട്ടൻ, അതായത് ചെറിയേട്ടൻ, ചെറിയേച്ചി, സഞ്ജു, സച്ചിൻ. സഞ്ജുവിൻ്റെ ആണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടി സുവർണ കേട്ടോ. ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പം നമ്മുടെ സുവർണയുടെ അനിയത്തി ശ്രുതിയാണ് കേട്ടോ സഞ്ജുവിന് ഷെയ്ക്കിൻ്റെ കൊടുക്കുന്നത്. അപ്പം നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സുവർണയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ സുവർണയുടെ വീട് ഇരിങ്ങാലക്കുട നടവരമ്പ് കേട്ടോ. പിന്നെ ഇതാ സുവർണയുടെ കൈ പിടിച്ച് അപ്പുറത്ത് നടക്കുന്നതാണ് അമ്മ കേട്ടോ. പിന്നെ ഇപ്പം ഈ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് മോതിരമാറ്റ ചടങ്ങാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. രണ്ട് ഫാമിലികൾ ഒരുമിച്ച് നിന്നിട്ട്. അപ്പോൾ നമ്മുടെ സുവർണയുടെ അച്ഛൻ ബഹ്റൈനിലാണ്. അതുകൊണ്ട് തന്നെ ലീവ് കിട്ടാത്ത കാരണം ഈ ചടങ്ങിലേക്കൊന്നും ആൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് സുവർണ ആദ്യം സഞ്ജുവിൻ്റെ ഫാമിലി എല്ലാവർക്കും കൊടുക്കും. സഞ്ജു സുവർണയുടെ ഫാമിലിക്കും കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫുൾ ഫാമിലി. അപ്പം താഴത്തെ ഫസ്റ്റ് വരിയിലിരിക്കുന്നത് വലിയേട്ടൻ, ചെറിയേട്ടൻ, സഞ്ജു, സുവർണ, ചെറിയേച്ചി, വലിയേച്ചി. ബാക്കിൽ ഷായേട്ടൻ, ഞാൻ, ഷായേട്ടൻ്റെ നേരെ താഴെയുള്ള അനിയൻ അജു, സരിത, പിന്നെ പെങ്ങൾ. ഞങ്ങൾക്ക് ആ ഒരു പെങ്ങളുള്ളൂ കേട്ടോ. 7ാമത്തെയാണ് പെങ്ങൾ. പിന്നെ ഷായേട്ടൻ്റെ 3ാമത്തെ ചേട്ടൻ അനിലേട്ടൻ, കുഞ്ഞേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നെ കുഞ്ഞേച്ചി, പിന്നെ ഏറ്റവും താഴെയുള്ള അനിയൻ സജീവൻ, രാഗി. പിന്നെ ഇവരെല്ലാം നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾ കേട്ടാ. പിന്നെ എന്നോട് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമില്ല, മക്കളെ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് എൻ്റെ മൂത്ത മകൻ ആര്യൻ. വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് 2ാമത്തെ മകൻ അർജുൻട്ടാ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ ഫാമിലി, അതായത് കൺമണിക്കുട്ടിയുടെ അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ കൺമണിക്കുട്ടിയുടെ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഷായേട്ടൻ്റെ ചേട്ടൻ്റെ മകനാണ് പെങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് നോക്കുന്നത്. അപ്പോൾ ആങ്ങളെയും പെങ്ങളുടെ മക്കൾ തമ്മിലുള്ള വിവാഹമാണ്. അപ്പോൾ 2 ബന്ധം. പിന്നെ ഇത് ഷായേട്ടൻ്റെ പെങ്ങൾ ഫാമിലിയാണ്. അപ്പോൾ അളിയൻ ബഹ്റൈനിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അളിയനെ ഇതിൽ കാണാത്തത്. അപ്പോൾ കൺമണിക്കുട്ടിയുടെ അമ്മ, അമ്മൂമ്മ, മാമൻ. അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വർത്തമാനം പറയാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പച്ച ബ്ലൗസ് ഇട്ട് നിൽക്കുന്നത് നമ്മുടെ സുവർണയുടെ മേമയാട്ടോ. അപ്പോൾ മേമോട് ദുബായിലുള്ള 2 പേര്, അതായത് ബിന്ദു, ബിന്നി, എന്നോട് പ്രത്യേക അന്വേഷണം പറയാൻ വേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ ഇതാ സഞ്ജു അതേപോലെ സുവർണയും അതുപോലെ തന്നെ 2 ഫാമിലികളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഇവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക പോകാനായിട്ട് നോക്കി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു വരിയിൽ സുവർണയുടെ അമ്മ, പിന്നെ അമ്മായിയുടെ മകള്, അമ്മാമ്മ, അമ്മായി, അങ്ങനെ അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരോടും യാത്രയ്ക്കും പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ.
നമ്മളുണ്ടല്ലോ ഇതാ വീട്ടിലെത്തിയിട്ടാ. അപ്പം നമ്മൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതായത് ഇവിടുത്തെ ആൺകുട്ടികൾ കുറച്ച് പേര് ഒരുമിച്ച് ഒരു കാറിൽ പോകാന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ട്രാവലറിൽ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൺമണിക്കുട്ടിയുടെ ഇതാ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൺമണിക്കുട്ടീനെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഇതാ കൺമണിക്കുട്ടി എത്തി. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് വന്ന സമയം നോക്കിയപ്പോഴേ അപ്പോൾ കത്തി കാണാനില്ല. അപ്പം ഇനി ഒരു കത്തി അന്വേഷണമായി, കാരണം കേക്ക് കട്ട് ചെയ്യണ ആ രീതിയിലുള്ള കത്തി വേണമല്ലോ. അപ്പോൾ എല്ലാവരും കൺമണിക്കുട്ടിയുടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറേ പേരൊന്നും എന്താ പറയുക പോയിട്ടാ, ചില ആവശ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകേണ്ടി വന്നാലും മിക്കവരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി, നമ്മുടെ വീട്ടിലൊരു കത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കത്തി എടുത്ത് വന്നു കേട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ കൺമണിക്കുട്ടി ഇതാ കേക്ക് മുറിക്കാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ട്. വയലത്തുമ്പോഴേക്കും വിടരുത്. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ കേക്ക് മുറിക്കൽ പ്രത്യേകം ഇട്ടിട്ട് നമ്മുടെ സുവർണയാണ്. സുവർണേനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. അങ്ങനെ നമ്മുടെ കൺമണിക്കുട്ടി ഇത് എല്ലാവർക്കും നടന്ന് കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ദിവസം അടുത്ത വീഡിയോ